സിനിമ എന്നത് തങ്ങളുടെ ഒരു അഭിനിവേശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനായി ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള ഒരു ടാഗ് ലൈനാണ്. കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ആ ടാഗിലേക്കാണ് അവൾ നടന്നു കയറുന്നത്. എന്തെങ്കിലും തിരികെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ട്രബിൾ മേക്കറായി, മീ ടു പേഴ്സണായി. അതെന്തൊരു ഗതികേടാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അതുതന്നെയാണ് ഇപ്പോൾ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളെ കുറിച്ചുള്ള ആദ്യത്തെ വിശ്വാസം എന്ന് പറയുന്നത് ഇവർ ഈ അഭിനയത്തിലൂടെ അവരുടെ ഒരു കലാ എക്സ്പ്രഷനിലേക്ക് വരാൻ വേണ്ടി വരുന്നവരല്ല, മറിച്ച് ദേ നീഡ് മണി, ദേ വോണ്ട് ഫെയിം. ഇതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അവർക്ക് പൈസ ആവശ്യമുണ്ട്, അവർക്ക് പ്രശസ്തിയും ആവശ്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ സിനിമാ രംഗത്തേക്ക് വരുന്നത് എന്നുള്ള ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ അപ്രോച്ച്, അവരോടുള്ള സമീപനമെന്ന് വ്യക്തമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നോക്കൂ, ഒരാണ് ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ അയാളുടെ കലാപ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തിൽ ആ ഇൻഡസ്ട്രിക്ക് ഒരു സംശയമില്ല. അതേസമയം ഒരു പെണ്ണ് തൻ്റെ ഈ പറയുന്ന അഭിനയത്തിന് ഉള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്താ പറയുക, ഒരു അഭിനയ പ്രതിഭയായി മാറുവാൻ വേണ്ടി ആഗ്രഹം കൊണ്ട് സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു എന്ന് ആരും തന്നെ കാണുന്നില്ല. രണ്ട് കാര്യങ്ങൾ മതി പെണ്ണിന്. ഒന്ന് ഫെയിം വേണം, അതായത് പ്രശസ്തി വേണം. രണ്ട് മണി വേണം, പണം വേണം. ഈ രണ്ട് കാര്യത്തിനായിട്ടാണ് സ്ത്രീകൾ സിനിമാ രംഗത്തേക്ക് വരുന്നത് എന്നൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് അവരോടുള്ള സമീപനം രൂപപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമല്ലേ സുജയ? 180 പേജിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് ഈ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് നോ പേഴ്സൺ ഷാൾ ഹരാസ് എ വുമൺ ഇൻ സിനിമ ബൈ inviting her to share his bed with him, his bed with her എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, അതായത് ഇങ്ങനൊരു നിർദ്ദേശം ഒരു കമ്മിറ്റിക്ക് വെക്കേണ്ടി വന്നിരിക്കുന്നു. നോ പേഴ്സൺ ഷാൾ ഹരാസ് എ വുമൺ ഇൻ സിനിമ ബൈ ഇൻവൈറ്റിംഗ് ഹെർ ടു ഷെയർ ഹിസ് ബെഡ്. അതായത് നിങ്ങളുടെ കിടക്ക പങ്കുവെക്കാൻ നിങ്ങൾ ഒരാളോടും ഒരു സ്ത്രീയോടും ഇനി ആവശ്യപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ റാമ്പൻ്റ് ആണ് എന്ന് ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ, പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് റാമ്പൻ്റ് ഇൻ ഫിലിം ഇൻഡസ്ട്രി, ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നു, വളരെ വ്യാപകമാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഇങ്ങനൊരു കർശന നിർദ്ദേശം കൊടുക്കേണ്ടി വരുന്നു. എന്താണ് ആ കർശന നിർദ്ദേശം? നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക്, നിങ്ങളുടെ കിടക്കയിലേക്ക് ഇനി ഒരു സ്ത്രീയെയും ഇൻവൈറ്റ് ചെയ്തു കൂടാ. അങ്ങനെ ഒരു നിയമം ഉണ്ടാവണം, അങ്ങനെ ഒരു നിർദ്ദേശമായിട്ട് ഈ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നു. അതുമാത്രവുമല്ല, നോ പേഴ്സൺ ഷാൾ സ്മോക്ക് ഓർ കൺസ്യൂം ആൽക്കഹോൾ ഓർ കീപ് ഇൻ ഹിസ് പൊസഷൻ ഓർ യൂസ് എനി ഡ്രഗ് ഓൺ ദിസ് സെറ്റ് ഓർ വർക്ക് പ്ലേസ് എന്ന് പറയുന്നു. അതായത് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ തൊഴിൽ മേഖലയിൽ, ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ, അവിടെ നിങ്ങൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല, അവിടെ നിങ്ങൾ ഡ്രഗ് കൺസ്യൂം ചെയ്യാൻ പാടില്ല, എന്തിനേറെ നിങ്ങൾ പുകവലിക്കാൻ പോലും പാടില്ല. പുകവലി യഥാർത്ഥത്തിൽ എന്താ പറയുക, പൊതുസ്ഥലത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സെറ്റുകളൊക്കെ ഒരു ഫ്രീ സോണായിട്ടാണ് മാറുന്നത് സുജയ. നമുക്കറിയാവുന്നതുപോലെ ഒരു ഫിലിം പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഒരു നിയമവും ബാധിക്കാത്തൊരു സ്ഥലമായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ ആ കാര്യത്തിൽ ആർക്കെങ്കിലും? അവിടെ അവരുണ്ടാക്കുന്ന ഗതാഗത തടസ്സം ഒരു പ്രശ്നമല്ല. അവർക്കവിടെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തുകൊണ്ട് പോകാം, അവർക്ക് ഡ്രഗ് ഉപയോഗിക്കാം, അവർക്കവിടെ പുകവലിക്കാം, അവർക്കവിടെ സ്ത്രീകളെ ഹരാസ് ചെയ്യാം. ഒരു ഫ്രീ റിപ്പബ്ലിക്കായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ ഫിലിമിൻ്റെ ഈ ഷൂട്ടിംഗ് മേഖല മാറുകയാണ്. അവിടെയാണ് ഈ പറയുന്ന എല്ലാ അനാവശ്യ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പുരോഗമന സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അങ്ങ് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, നമ്മൾ വളരെ ഇൻഡിപെൻഡൻസോട് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കുണ്ടല്ലോ ഈ രാജ്യത്ത്. ആ ഭരണഘടനയിൽ സ്ത്രീയുടെ സമത്വം, സ്ത്രീയുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. ആ ഭരണഘടനയ്ക്ക് കീഴിലാണെന്നേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ ഭരണഘടനയ്ക്ക് കീഴിലാണ് എല്ലാ വ്യവസായ മേഖലകളും, എല്ലാ കലാമേഖലകളും, എല്ലാ രാഷ്ട്രീയ മേഖലകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗത്തിന് ഇതൊന്നും ബാധകമല്ല എന്ന നിലയ്ക്ക് അവർ മുന്നോട്ട് പോകുന്നത് അവർക്കൊരു താരമൂല്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിശ്ചയമായും ഓരോ താരത്തിനും ആരാധകരുണ്ട്, അവർക്കൊരു താരമൂല്യമുണ്ട്. ആ താരമൂല്യം ഒരു പബ്ലിക് സ്പേസിൽ വളരെ മോശമായി പെരുമാറാനോ, ഒരു പ്രൈവറ്റ് സ്പേസിൽ ആരെങ്കിലും ഹരാസ് ചെയ്യാനോ, അതീതമായി പ്രവർത്തിക്കാനോ ഒന്നും അവർക്ക് അവകാശം നൽകുന്നില്ല. താരത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അവരുടെ അഭിനയത്തോടുള്ള മനുഷ്യരുടെ ആരാധനയാണ്. അതിനപ്പുറത്ത് അവരൊക്കെ വ്യക്തികളാണ്, നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളുകളാണ്, നിയമത്തിനനുസരിച്ച് ജീവിക്കേണ്ട ആളുകളാണ്. അതെല്ലാം മറികടന്നുകൊണ്ടുള്ള പ്രവണതകൾ അതിശക്തമായി ഈ ഇൻഡസ്ട്രിയിൽ തുടരുന്നു എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യവുമാണ്. ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ടിൽ പഴയ കാലത്ത് നടിമാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചതാണ്, ഒട്ടേറെ അനുഭവിച്ചു എന്നതുകൊണ്ട് ഇന്നത്തെ സ്ത്രീകളും അത് അനുഭവിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 4.5 വർഷമാണ് ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരുന്നത്.